അപ്പം ഞാൻ അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ റാങ്ക് നേടിയതിന് എനിക്ക് ഈ ഒരു അവാർഡ് തന്നതിന് താങ്ക് യു ബിഗ് ലേണിംഗ് ടീം. അപ്പോൾ ഞാൻ ബിഗ് ലേണിങ്ങിൻ്റെ ഫാമിലിയിൽ കയറിയത് എനിക്ക് 2024. അപ്പോൾ ഇവർ കോഴ്സ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇവരുടെ ഈ എല്ലാ കോഴ്സും, അത് അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്, ഫാം ഓഫീസർ, പിന്നെ ഇപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർ, അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ജേണിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോലുള്ള സ്റ്റുഡൻസിന് ഒരു പ്രധാന ഇതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പഠിച്ചവരാണ്. നമ്മൾ ഈ തമിഴ്നാട് യൂണിവേഴ്സിറ്റി, അങ്ങനെ പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു കേരളയുടെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വളരെ പ്രയാസമായിരുന്നു. അതിനകത്ത് നമ്മൾ ഒന്ന് ജോയിൻ ആയി അതൊന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ഇവർ ബിഗ് ലേണിംഗ് വരുന്നതിന് മുമ്പ് അഗ്രികൾച്ചർ കോച്ചിങ് മേഖലയിൽ ഒരു മോണോപോളിയായിട്ട് നിന്ന് മറ്റ് കോച്ചിങ്ങുകളായിരുന്നു. അപ്പം അതെടുത്തിട്ട് എഴുതി 2 പരീക്ഷ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ലേണിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ ബിഗ് ലേണിങ്ങിലോട്ട് വന്നപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നമ്മുടെ റിവ്യൂസ് കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മോഡിഫിക്കേഷൻസ് അവരുടെ ക്ലാസ്സിൽ വരുത്തും. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഇന്ന സ്റ്റാഫിൻ്റെ ക്ലാസ്സുകൾ കുറച്ച് സ്പീഡാണെന്നോ, അല്ലെങ്കിൽ അവരുടെ മെറ്റീരിയൽസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണം, അങ്ങനെ എന്ത് പറഞ്ഞാലും ആ മോഡിഫിക്കേഷൻ ഇവരുടെ ക്ലാസ്സിനകത്ത് കൊണ്ടുവരും. അപ്പോൾ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. അപ്പോൾ അത് തന്നെ നമുക്ക് വളരെ ഒരു ഉപയോഗമായിരുന്നു. കാരണം പെട്ടെന്ന് നമുക്ക് വന്ന് പഠിച്ചു തുടങ്ങാനും അതിനകത്തോട്ട് സിങ്ക് ആവാനുമുള്ള എല്ലാ സഹായവും ഇവർ ചെയ്തു തരും. അതായത് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് വേണമെന്ന് ആവശ്യപ്പെടുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ കണ്ടക്ട് ചെയ്യുക. അങ്ങനെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റുഡൻസിന് വേണ്ടുന്ന മോഡിഫിക്കേഷൻസ് ഇവരുടെ കോഴ്സിൽ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യം എഴുതിയ പരീക്ഷയായിരുന്നു അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ്. അപ്പോൾ അതിൽ എനിക്ക് 49 റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്വൈസ് വന്നു. അതിനുശേഷം പിന്നെ ഫാം ഓഫീസർ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കറൻറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാം ഓഫീസറായിട്ടാണ്. അപ്പം അതിൻ്റെ ലിസ്റ്റ്, അതിനകത്ത് കയറാനും ആ ജോലി നേടാനും സഹായിച്ചത് ബിഗ് ലേണിംഗ് വഴി തന്നെയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് വൺസ് അഗൈൻ താങ്ക് യു ബിഗ് ലേണിംഗ് ടീം ഫോർ ദാറ്റ്. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ അഗ്രികൾച്ചർ ഓഫീസറും. അഗ്രികൾച്ചർ കഴിഞ്ഞ എല്ലാവരുടെയും ഒരു വലിയൊരു ആസ്പിറേഷനാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലോട്ട് എത്തിച്ചേരാനുള്ളൊരു ആദ്യപടി, നമ്മൾ ആദ്യം ആ ലിസ്റ്റിൽ കയറി ഷോർട്ട് ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്, ഇൻ്റർവ്യൂ, അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ആ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പം വൺസ് അഗൈൻ ഈ ഒരു ഈ ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷം. അപ്പം വൺസ് അഗൈൻ താങ്ക് യു.